ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ബ്രൊക്കോളി തോരൻ്റെ ഒരു റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. നോർമലി ബ്രൊക്കോളി കുഞ്ഞു പിള്ളേർക്ക് സ്മാഷ് ചെയ്ത് കൊടുക്കാറുണ്ട്, ബോയിൽ ചെയ്തിട്ട്, പിന്നെ സാലഡ്സിൽ യൂസ് ചെയ്ത് കളിട്ടുണ്ട്. ബട്ട് ഞാനാണെങ്കിൽ എൻ്റെ 2.5 വയസ്സായ മോന് ഇത് തോരൻ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ തോരൻ വയ്ക്കാനായിട്ട് ഞാൻ 3 ബ്രൊക്കോളിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് തണ്ടിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ട് വീണ്ടും വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത ബ്രൊക്കോളിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ബോയിൽ ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വേവിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിനെ അരിച്ചെടുക്കാം, വെള്ളത്തിന് മാറ്റിയെടുക്കാം. ഈ ബോയിൽ ചെയ്ത തണുത്ത ബ്രൊക്കോളീസിന് മീഡിയം സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രൊക്കോളി പീസസിനെ മിക്സിയിൽ ചേർത്തിട്ട് ക്രഷ് ചെയ്തെടുക്കും. അതുകൊണ്ട് ഇതൊരു മീഡിയം സൈസിൽ കട്ട് ചെയ്താൽ മതി. ഇത് വലിയ വലിയ പീസായിട്ട് കിടന്നാൽ മേ ബി പിള്ളേർ കഴിക്കില്ല. അതുകൊണ്ടാണ് ഞാനിത് ക്രഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ ബ്രൊക്കോളീസും കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സി ജാറിൽ മാറ്റി ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ബ്രൊക്കോളീസും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി തോരന് ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കുക. അതിനായിട്ട് മിക്സി ജാറിൽ കുറച്ച് തേങ്ങ എടുക്കുന്നുണ്ട്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ക്രഷ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്താക്കിയിട്ട് അതിൽ കുറച്ച് എണ്ണയും കടുകും ചേർത്ത് താളിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രൊക്കോളീസ് ആദ്യം ചേർത്തിട്ട് കുറച്ച് ഉപ്പും ചേർക്കണം കേട്ടോ. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തൊരു 3 മിനിറ്റ് വെച്ചിരുന്നാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് ബ്രൊക്കോളി ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സിലേക്ക് നമ്മൾ ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.